ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് ഈ കാണുന്ന ഈ ഫ്രോക്കിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കമോൺ. ആദ്യമേ തന്നെ എല്ലാവരോടും ഒരു സോറി പറയാണ്. ഈ വോയിസ് ഓവറിൻ്റെ പുറകിൽ ചെറുതായിട്ടൊരു നോയ്സ് ഡിസ്റ്റർബൻസ് വരും. അത് വീടിൻ്റെ പുറകിൽ വേറെ വീട് പണി നടക്കുന്നത് കൊണ്ട് ഉള്ളൊരു ഡിസ്റ്റർബൻസാണ്. എത്ര തന്നെ ശ്രമിച്ചിട്ടും എനിക്കതിൽ നിന്ന് ഒഴിവാകാൻ പറ്റുന്നില്ല. രാത്രിയും അവിടെ വർക്കുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് രാത്രിയും വോയിസ് ഓവർ കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഒന്ന് ക്ഷമിച്ചേക്കണേ. ഇതപ്പോൾ നേരത്തെ ഞാനൊരു കസ്റ്റമർക്ക് ചെയ്ത് കൊടുത്ത ഒരു ഫ്രോക്കിൻ്റെ ബാക്കി വന്ന കട്ട് പീസൊക്കെ വെച്ചിട്ടാണ് ഞാൻ ചോട്ടൂന് ഈ ഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അയൺ ചെയ്ത് ആദ്യമേ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ ഇതുപോലൊരു പീസ് ഞാൻ ആദ്യമേ കട്ട് ചെയ്തിട്ട് പിന്നെ അതിലേക്ക് നമ്മുടെ മെയിൻ ക്ലോത്ത് വെച്ച് ഇതിന് കട്ട് ചെയ്യലാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ ആദ്യം ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് 3.5 ഷോൾഡർ എടുത്തേക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഷോൾഡറായിട്ട് വരത്തില്ല, നിങ്ങൾക്ക് ആ ഡ്രസ്സ് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. പിന്നെ നെക്കിൻ്റെ ഡെപ്തായിട്ട് ഞാൻ 2.5 എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടോട്ടൽ ലെങ്ത്ത് ഞാൻ യോക്ക് പോർഷന് 5.5 എടുത്തേക്കുന്നത് ലെങ്ത്ത്. അതുപോലെ വിഡ്ത്തായിട്ട് 5.5 6 അടുപ്പിച്ചിട്ടാണ് എടുത്തേക്കുന്നത്. അതുപോലെ നെക്കിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 2 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് ഞാനൊരു വി ഷേപ്പിൽ അതിന് നമ്മുടെ ഡെപ്തും നെക്കിൻ്റെ വിഡ്ത്തൊക്കെ വെച്ചിട്ട് വി ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇങ്ങനെയൊരു ഇതാണ് നമുക്ക് യോക്ക് പോർഷനിലേക്ക് കിട്ടുന്നത്. ഇനി ഇത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ക്ലോത്തിൽ ലൈനിങ് എല്ലാ മെറ്റീരിയലും ഞാൻ ഇത് വെച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ കറക്റ്റ് നമ്മുടെ ഏത് ആവശ്യമുള്ള മെറ്റീരിയലിൻ്റെ മുകളിൽ ഞാൻ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക ചെയ്തത്. ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്ന സാറ്റേണും പിന്നെ കോട്ടൻ്റെ ലൈനിങ് യൂസ് ചെയ്തിട്ടില്ല, ഞാൻ ക്രേപ്പ് ലൈനിങ്ങാണ് യൂസ് ചെയ്തേക്കുന്നത്. എന്നിട്ട് ഞാൻ താഴത്തേക്കുള്ള പോർഷൻ, അത് കുറച്ച് മെറ്റീരിയലേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ ക്രേപ്പിൻ്റെ ലൈനിങ്ങും സാറ്റൻ്റെ ലൈനിങ്ങും എല്ലാം വെച്ചിട്ട് ഞാൻ താഴത്തെ പോർഷനും കട്ട് ചെയ്തെടുത്തു. ഇങ്ങനെ കുഞ്ഞു ഞൊരുക്കുകൾ കൊടുത്തിട്ടാണ് ഫ്രണ്ട് പോർഷൻ ചെയ്തത്. അപ്പോൾ ആദ്യം സാറ്റേണും പിന്നെ അതിൻ്റെ മുകളിൽ നല്ല സോഫ്റ്റ് നെറ്റാണ് കേട്ടോ, കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടൊന്നും വരാതിരിക്കാൻ വേണ്ടി സോഫ്റ്റ് നെറ്റാണ് യൂസ് ചെയ്തേക്കുന്നത്. എന്നിട്ട് ആദ്യം സാറ്റൻ്റെ മുകളിൽ വെച്ച് നമ്മുടെ നെറ്റും വെച്ച് ഇതുപോലെ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ക്രേപ്പും കൂടി വെച്ചിട്ട് അതിൻ്റെ എല്ലാ ഭാഗവും സ്റ്റിച്ച് ചെയ്തു. ഒരു ഭാഗം മാത്രം ഓപ്പൺ ആക്കി വെച്ചിട്ട് താഴത്തെ പോർഷൻ മാത്രം ഓപ്പൺ ആക്കിയിട്ട് ബാക്കിയെല്ലാം ഞാനിതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ ദേഹത്ത് കുത്തൊന്നുമില്ല. ബാക്കി പോർഷൻസ് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേസ്റ്റായിട്ടുള്ള നെറ്റെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ചെറിയ സ്ലിറ്റ് പോലെ ഇട്ട് കൊടുത്തിട്ട് റിവേഴ്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ടോ, സ്ലീവിൻ്റെ അവിടെയൊന്നും നമുക്ക് ഒരു കുത്തുന്നതോ അങ്ങനെ ഒരു എഫക്റ്റും ഉണ്ടാവില്ല. പിന്നെ ബാക്കി വന്നൊരു സാറ്റൻ്റെ പീസ് അതിനകത്തേക്ക് ഞാൻ കുറച്ച് നെറ്റ് ബാലൻസ് ഉണ്ടായിരുന്നു, അതിനെ ഫ്രില്ല് ചെയ്ത് വെച്ചു. അപ്പോഴത്തേക്ക് അത് കെട്ടാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഇത്രയും വളരെ സിമ്പിളായി പോയി എന്നൊരു ഫീൽ എനിക്ക് തോന്നിയായിരുന്നു. അപ്പോൾ അതിന് ഇനി കുറച്ച് മോടി കൂട്ടണം. പിന്നെ സ്ലീവിൻ്റെ അവിടെ ഞാൻ കുറച്ച് നെറ്റിൻ്റെ ഇത് വെച്ചിട്ട് തന്നെ കുറച്ച് വലിയൊരു നീളത്തിനായിട്ട് ഒരു നെറ്റിൻ്റെ പീസ് ജോയിൻ ചെയ്തത്. അപ്പോൾ നമുക്ക് അവിടെ കെട്ട് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ ഹെയർ ബാൻഡും അതുപോലെ തന്നെ വേസ്റ്റ് ബെൽറ്റായിട്ട് യൂസ് ചെയ്യുന്ന അവിടെയും കുറച്ച് ബീഡ്സ് വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബീഡ്സ് വർക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഫ്ലവേഴ്സിൻ്റെ ഇതുപോലത്തെ കുഞ്ഞ് ബീഡ്സാണ്. അപ്പോൾ ഇതെല്ലാം പിടിപ്പിച്ചതിന് ശേഷം ഫൈനൽ ലുക്ക് കാണാമേ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ടും ഞങ്ങളെപ്പോലുള്ള കുഞ്ഞു യൂട്യൂബേഴ്സിന് വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ നമുക്ക് ഫൈനൽ ആയിട്ടുള്ള ഡ്രസ്സിൻ്റെ ലുക്ക് കണ്ടാലോ. അപ്പോൾ ഇതാണ് ചോട്ടുവിന് ഹെയർ ബാൻഡും എല്ലാം മാച്ചിന് കൊടുത്തിട്ടുണ്ട്. ഒരു ഡിസ്റ്റർബൻസും ഇല്ലാത്തൊരു സൂപ്പർ ഡ്രസ്സ്.